കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാർഡിലടക്കം വിജയക്കൊടി പാർച്ച ബി.ജെ.പി. ചെന്നിത്തല ഗ്രാമപഞ്ചായത്തും പിടിച്ചടക്കിയ ആവേശത്തിലാണ്. എന്നാൽ ജനഹിതം ഉൾക്കൊള്ളാതെ NDAയെ പ്രതിരോധിക്കാൻ LDFും UDFും ഒന്നാകുമോ എന്നതാണ് സംശയം. ആലപ്പുഴയിലെ ചെന്നിത്തലയിൽ നിന്ന് സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല പഞ്ചായത്ത് വീണ്ടും BJP വിജയിച്ചിരിക്കുകയാണ്. ഇവിടെ രമേശ് ചെന്നിത്തല, കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയുടെ വാർഡിലടക്കം വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചാണ് പഞ്ചായത്ത് ഭരണം നേടിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ LDFും UDFും ഒന്നിച്ചുകൊണ്ട് ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് പതിവ് പോലെ ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തലുണ്ട്. എന്നാൽ പോലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി 7 വാർഡുകളിൽ വിജയിച്ചുകൊണ്ടാണ് BJP ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ? അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു സാധ്യത എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? തീർച്ചയായിട്ടും ഈ പ്രാവശ്യം പൂർണ്ണമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ ചെന്നിത്തലയിലെ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. കഴിഞ്ഞ 2 മുന്നണികൾ ചേർന്നുള്ള ഭരണത്തിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾ അസ്വസ്ഥരായിരുന്നു. വികസന മുരടിപ്പ് ഈ ചെന്നിത്തലയുടെ ശാപമായിട്ട് മാറി. അതിനൊക്കെ ഒരു പരിഹാരമെന്നുള്ള രീതിയിലാണ് ഏറ്റവും വലിയൊരു ഒറ്റക്കക്ഷിയായി ഭാരതീയ ജനതാ പാർട്ടിയെ ചെന്നിത്തലക്കാർ സ്വീകരിച്ചത്. പക്ഷേ ഈ തവണയും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഈ ഭരണത്തെ അട്ടിമറിക്കാനുള്ളൊരു ശ്രമം ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത്. കേരളമെമ്പാടും ഇങ്ങനൊരു നീക്കം നടക്കുന്നതായി കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. അത് ചെന്നിത്തലയിലും സംഭവിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചെന്നിത്തല നിവാസികളെ നിരാശപ്പെടുത്തുന്നത്. അതുണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഭാഗ്യം കടാക്ഷിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം ചെന്നിത്തലയിലുണ്ടാകും. ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ഭരണം, എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ഭരണം തീർച്ചയായിട്ടും ചെന്നിത്തലയിലുണ്ടാകും. വികസന പ്രവർത്തനങ്ങൾ മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് കൂടുതലായി ചെയ്യുവാൻ ഞങ്ങൾ അഹോരാത്രം പരിശ്രമിക്കും. അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. നന്ദി. കഴിഞ്ഞ തവണയും മെമ്പറായിരുന്ന ഒരു വ്യക്തിയാണ്, ഇത്തവണ വീണ്ടും വിജയിച്ചു. എന്താണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാർഡുകളിലും മറ്റും? നമ്മുടെ ചെന്നിത്തല പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ തവണ ഈ പഞ്ചായത്തിൽ മൊത്തം വികസന മുരടിപ്പാണ് ഉണ്ടായിരുന്നത്. കാരണം യാതൊരു രീതിയിലും ഈ 2 കക്ഷികളും CPMും കോൺഗ്രസും കൂടി ഒത്തുചേർന്നിട്ട് നമ്മളെ യാതൊരു രീതിയിലും ഒരു കാര്യങ്ങളും ചെയ്യാൻ സമ്മതിക്കാതെ നമ്മുടെ വാർഡുകളിൽ ഏതെങ്കിലും രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ വന്നാൽ അതിനെല്ലാം തടയിടുകയും നമ്മളെ BJP എന്നൊരു കക്ഷിയെ എപ്പോഴും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളാണ് ഇവരിവിടെ നടത്തിക്കൊണ്ടിരുന്നത്. പഞ്ചായത്തിൻ്റെ ഒരു ശ്മശാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ബിന്ദു പ്രദീപ് ഇവിടെ പ്രസിഡൻ്റായിരുന്ന കാലയളവിലാണ് അത് അവിടെ നടത്താൻ നമ്മൾ തറക്കല്ലിടുന്നത്. പക്ഷേ അത് ഈ 5 വർഷ കാലയളവിൽ പോലും അത് നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല. അവരതിന് സാധ്യത ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഈ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ജനങ്ങൾക്ക് വികസനങ്ങൾ മാത്രം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് മുന്നോട്ട് പോകും. കഴിഞ്ഞ തവണ 1 വർഷത്തോളം ഇവിടെ പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ് ബിന്ദു. ഇത്തവണ വീണ്ടും വിജയിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്രാവശ്യത്തെ ഒരു പ്രതീക്ഷ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ദിവസങ്ങളെ പഞ്ചായത്ത് ഭരിക്കാൻ കിട്ടിയ സമയം ഞങ്ങൾ നന്നായി വിനിയോഗിച്ചിട്ടുണ്ട്. ആ വിനിയോഗിച്ചതിൽ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ശ്മശാനം അത്യാവശ്യം ഒരു ഘടകമാണ്. ശ്മശാനം എന്ന് പറഞ്ഞ് അത് ശരിക്കും ആ പ്രദേശം വെള്ളത്തിൽപ്പെട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. അവർക്ക് ഒരാൾ മരണപ്പെട്ടാൽ അടക്കം ചെയ്യാൻ സ്ഥലമില്ലാത്തൊരു ആ ഒരു അവസ്ഥയിൽ നമ്മൾ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോഴും ജനങ്ങളോടൊപ്പം ഉണ്ടാവും. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 6 മെമ്പർമാരുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് കാര്യമായിട്ടൊരു കാര്യങ്ങളും വാർഡിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഒറ്റക്കക്ഷിയായി ഭരിക്കാൻ ഈ അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി കാർഷിക മേഖലയാണിത്. ഈ കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നൊരു സമയമാണ്. അവർക്ക് തീർച്ചയായിട്ടും അവരോടൊപ്പം നിന്ന് അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് ഒറ്റക്കെട്ടായി ഭരിക്കാനൊരു അവസരം തരണമെന്നും ആണ് ഞങ്ങൾ പറയുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വന്ന് 7 പേരിരുന്നിട്ട് ഒരു കാര്യമില്ല. അവർ ഭരിക്കുമെന്നുള്ള എല്ലാ പത്രമാധ്യമങ്ങളിലും എല്ലാം പറയുന്നുണ്ട് അവർ വീണ്ടും ഒന്നിച്ച് ഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ജനഹിതം മറന്നുകൊണ്ട് ഇവിടെ ഭൂരിപക്ഷം BJPക്ക് കിട്ടിയിട്ടും BJPയിൽ നിന്നും അധികാരം തട്ടിയെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇതിനിടയിലും രമേശ് ചെന്നിത്തല ജനിച്ചു വളർന്ന രമേശ് ചെന്നിത്തലയുടെ വീട് നിൽക്കുന്ന കുടുംബ വീടടക്കം നിൽക്കുന്ന ആ വാർഡിൽ ആദ്യമായി BJP ജയിച്ചിരിക്കുകയാണ്. നല്ല ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം 400-ലധികം വോട്ടുകൾക്ക് ഇടതുമുന്നണി ജയിച്ച ഒരു വാർഡിലാണ്. അവിടുത്തെ വിജയത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എൻ്റെ വിജയം ഞാൻ കലാധരൻ ചേട്ടനും മുരളിച്ചേട്ടനും പാദങ്ങളെ അർപ്പിക്കുന്നു.
ഞാൻ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ എന്തു വന്നാലും അത് ജനങ്ങളിലേക്ക് അർപ്പിക്കാനാണ് എൻ്റെ ആൾക്ക്. ഞാനൊരു BJP സ്ഥാനാർത്ഥിയായിട്ട് എല്ലാവർക്കും അവിടെ പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു മെമ്പറായിട്ട് ഞാൻ അവിടെ പ്രവർത്തിച്ച് കാണിക്കുമെന്ന് പറയും. അതാണ് ആ വാർഡിൽ ഒരു രാഷ്ട്രീയം നോക്കാതെ എല്ലാവർക്കും വികസനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഈ പഞ്ചായത്തിൽ നിന്നുള്ള പദ്ധതികൾ എത്തിക്കുന്നതിനുള്ള നീക്കമാവും നടക്കുക എന്നാണ് ചെന്നിത്തലയുടെ വാർഡിൽ നിന്ന് ജയിച്ച BJPയുടെ പ്രതിനിധി പറയുന്നത്. എന്ത് തന്നെയായാലും ഇവർക്ക് ഭരിക്കണമെങ്കിൽ അത് LDFും UDFും ഒന്നിച്ച് നിന്നുകൊണ്ട് അതിനെ എതിർക്കുമോ ഇല്ലയോ എന്നതാണ് കാണേണ്ടത്. 21-ാം തീയതി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏത് നിലപാടാവും ഇടതുമുന്നണി എടുക്കുക എന്നതാണ് നമുക്കിനി നോക്കി കാണേണ്ടത്.